ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 2-ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പണവും വാളും കരുതുക എന്നത് ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം 6-ാമത്തെ ശീർഷകം. 2. ലൂക്ക 22:35 യേശു ശിഷ്യന്മാരെ എന്തെല്ലാം ഇല്ലാതെ അയച്ചതിനെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ. 3. മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം ഒന്നിനും കുറവുണ്ടായില്ല. 4. ലൂക്ക 22:36 എന്തെല്ലാം എടുക്കാനാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം മടിശീല, ഭാണ്ഡം, വാൾ. 5. വാളില്ലാത്തവൻ എന്ത് വിറ്റ് വാൾ വാങ്ങുവാനാണ് 22:36 പറയുന്നത്? ഉത്തരം സ്വന്തം കുപ്പായം വിറ്റ്. 6. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് ആരിലാണ് നിവൃത്തിയാകേണ്ടത്? 22:37. ഉത്തരം യേശുവിൽ. 7. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമഭാഗം ഏതാണ്? ഉത്തരം യേശയ്യ 53:12. 8-ാമത്തെ ചോദ്യം, കർത്താവേ ഇതാ ഇവിടെ 2 വാളുണ്ട്. 22:38 അനുസരിച്ച് ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. 9. പെസഹായ്ക്ക് ശേഷം യേശു എവിടേക്കാണ് പോയത്? 22:39. ഉത്തരം ഒലിവുമലയിലേക്ക്. 10. ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ഉത്തരം ശിഷ്യന്മാർ. 11. യേശുവിനെ പിന്തുടർന്ന് ഒലിവുമലയിൽ എത്തിയ ശിഷ്യന്മാരോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് യേശു പറഞ്ഞത്? 22:40. ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. 12. ശിഷ്യന്മാരിൽ നിന്നും എത്ര ദൂരം മാറിയാണ് യേശു മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം മാറി. 13. ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി യേശു എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം മുട്ടിന്മേൽ വീണ്. 14. യേശു മുട്ടിന്മേൽ വീണ് പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 15. 22:43 അനുസരിച്ച് യേശുവിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത് ആര്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. 16. 22:44 പ്രകാരം തീവ്രവേദനയിൽ മുഴുകിയ യേശു എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം കൂടുതൽ തീക്ഷ്ണമായി. 17. അവൻ്റെ വിയർപ്പ് ഡാഷ് പോലെ നിലത്തു വീണു. ലൂക്ക 22:44 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം രക്തത്തുള്ളികൾ പോലെ. 18.
പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ കണ്ടതെന്ത്? ഉത്തരം: അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത്. 19. യേശു ശിഷ്യന്മാരോട് എന്തിനു വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞത്? ഉത്തരം: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. 20, 22, 47 അനുസരിച്ച് അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നത് ആര്? ഉത്തരം: ജനക്കൂട്ടം. 21, ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടന്നിരുന്നത് ആരാണ്? ഉത്തരം: 12 പേരിൽ ഒരുവനായ യൂദാസ്. 22, ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നിരുന്ന യൂദാസ് മുന്നോട്ട് വന്നത് എന്തിനു വേണ്ടിയാണ്? 22:47 ഉത്തരം: യേശുവിനെ ചുംബിക്കുന്നതിന് വേണ്ടി. 23, 22:48 അനുസരിച്ച് യേശു യൂദാസിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? 24, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്നവർ യേശുവിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? 25, 22:50 പ്രകാരം അവരിൽ ഒരുവൻ ആരുടെ വലത്തു ചെവിയാണ് ഛേദിച്ചത്? ഉത്തരം: പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ. 26, പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടുന്നത് കണ്ട യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: നിർത്തൂ. 27, പ്രധാന പുരോഹിതൻ്റെ സേവകനെ യേശു സുഖപ്പെടുത്തിയത് എങ്ങനെയാണ്? ഉത്തരം: അവൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി. 28, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? യേശു ഇത് ചോദിച്ചത് ആരോട്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 29, യേശുവിനെതിരെ വന്നവരുടെ പക്കൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? ഉത്തരം: വാളും വടിയും. 30, ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാണ് 22:53 പറയുന്നത്. ഉത്തരം: ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. 31 പൂരിപ്പിക്കാനുള്ളതാണ്. ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷിൻ്റെ ആധിപത്യവും. 22:53 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം: അന്ധകാരത്തിൻ്റെ. ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. 32, 22:54 പ്രകാരം അവർ യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. 33, അകലെയായി യേശുവിനെ അനുഗമിച്ചിരുന്ന ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം: പത്രോസ്. 34, 22:55 പ്രകാരം അവർ തീ കൂട്ടിയത് എവിടെയാണ്? ഉത്തരം: നടുമുറ്റത്ത്. 35, നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നവരോടൊപ്പം ഇരുന്ന ശിഷ്യൻ ആര്? ഉത്തരം: പത്രോസ്. 36, പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് അവനെ സൂക്ഷിച്ചു നോക്കിയത് ആരാണ്? 22:56 ഉത്തരം: ഒരു പരിചാരിക. 37, തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനെ കണ്ട പരിചാരിക എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇവനും അവനോടുകൂടെ ആയിരുന്നു. 38, ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പരിചാരിക പത്രോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് നിഷേധിച്ച് പറഞ്ഞത് എന്ത്? 22:57 ഉത്തരം: സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. 39, വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് നീയും അവരിൽ ഒരുവനാണെന്ന് പറഞ്ഞപ്പോൾ
പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? 22:58. ഉത്തരം മനുഷ്യ, ഞാനല്ല. 40. ഏകദേശം 1 മണിക്കൂറിന് ശേഷം വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞത് എന്ത്? 22:59. ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു. 41. ഇവനും ഗലീലിയക്കാരനാണല്ലോ. ലൂക്ക 22:59 ഇത് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം പത്രോസിനെ കുറിച്ച്. 42. ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. 43. മൂന്നാം പ്രാവശ്യം പത്രോസ് നിഷേധിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കോഴി കൂവി. 44. എപ്പോഴാണ് കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയത്? 22:61. ഉത്തരം കോഴി കൂവിയപ്പോൾ. 45. കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ഓർമ്മിച്ചത് എന്ത്? ഉത്തരം ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന വചനം. 46. കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് എന്താണ് ചെയ്തത്? ഉത്തരം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. 47. 22:63 പ്രകാരം യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം യേശുവിനെ കാവൽ നിന്നിരുന്നവർ. 48. യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ എന്താണ് ചെയ്തത്? 22:63. ഉത്തരം അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. 49. യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് അവർ യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. 50. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി ഡാഷ് പറഞ്ഞു. 22:65 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പലതും. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. 51. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് എപ്പോഴാണ്? 22:66. ഉത്തരം പ്രഭാതമായപ്പോൾ. 52. ജനപ്രമാണികളുടെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 53. ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം നീ ക്രിസ്തു ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. 54. നീ ക്രിസ്തു ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന ജനപ്രമാണികളുടെ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. 55. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യേശു ജനപ്രമാണികളുടെ സംഘത്തോട് പറഞ്ഞത്. 56. ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കും ആര്? ഉത്തരം മനുഷ്യപുത്രൻ. 57. ലൂക്ക 22:69 സമാനമായ വിശുദ്ധ വചനഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനം 110:1. 58. ജനപ്രമാണികളുടെ സംഘത്തിലുള്ളവർ എല്ലാവരും കൂടെ യേശുവിനോട് ചോദിച്ചത് എന്ത്? 22:70. ഉത്തരം അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? 59. നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. ആരാണെന്ന്? ഉത്തരം ദൈവപുത്രൻ ആണെന്ന്. 60. ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ജനപ്രമാണികളുടെ സംഘത്തിൻ്റെ വാക്കുകൾ.
61 ജനപ്രമാണികളുടെ സംഘം വേറെ സാക്ഷ്യം ആവശ്യമില്ലെന്ന് പറയാനുള്ള കാരണം എന്ത്? 72-71. ഉത്തരം യേശുവിൻ്റെ നാവിൽ നിന്ന് തന്നെ കേട്ട് കഴിഞ്ഞതുകൊണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് നല്ലവണ്ണം പഠിക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.